ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് ന്യൂ മൂൺ റീഡിംഗ് ആണ്. ഇന്നലെ കർത്തവാവായിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഇമോഷൻസിനെ ബാധിച്ചിട്ടുള്ളത് എന്ന് നോക്കാം. ഇതൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. അവരുടെ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ആണ്. അവർക്ക് എന്ത് മാറ്റമാണ് ഇപ്പോൾ ഉള്ളത് നമുക്കറിയാലോ. ഈ മൂണിൻ്റെ ആ ഒരു മാറ്റം നമ്മളുടെ മീൻസ് ഈ കറുത്ത വാവ് വെളുത്ത വാവ് ആ സമയങ്ങളിൽ നമുക്ക് ഇമോഷൻസിൽ ഒരുപാട് മാറ്റം വരും. ചിലർക്ക് ഉറക്കമില്ലായ്മ വരും, സ്ട്രെസ്സ് കൂടും. നമുക്കിപ്പോൾ എന്ത് ഇമോഷൻ ആയിരിക്കുന്നോ, ചിലപ്പോൾ വിഷമിച്ചിരിക്കുന്ന ആൾക്കാർക്ക് ആ വിഷമം എന്ന് പറഞ്ഞാൽ ഒരു പീക്ക് ആ ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ അഥവാ എന്തെങ്കിലും ആവശ്യമില്ലാതെ ചിന്തിച്ചിരിക്കുന്നവർക്ക് നെഗറ്റീവ് തോട്ട്സ് ഒരുപാടുണ്ടായിരിക്കും. കാരണം അതൊക്കെ ക്ലെൻസ് ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമാണ് എന്ന് നമ്മളെ അറിയിക്കുന്നതാണ്. അത് ഉടനെ തന്നെ അത് മാറിക്കൊള്ളുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ്. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. എൻ്റെ സൗണ്ട് ഒന്ന് അടഞ്ഞിരിക്കുന്നുണ്ട്, നിങ്ങൾ ക്ഷമിക്കുക. നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ രാവിലത്തെ വീഡിയോ. അത് ഞാൻ അപ്ലോഡ് ചെയ്തത് മാറിപ്പോയതാണ്, ക്ഷമിക്കുക. ഞാനത് ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കുറേയധികം എനിക്ക് 100-ലധികം മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു മാറിപ്പോയി എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ കുറേ മെസ്സേജ് വരുന്നതുകൊണ്ട് ഞാൻ ഫോൺ സൈലൻ്റ് ആക്കി വെച്ചിരുന്നു. അതുകൊണ്ടാണ് എനിക്കത് കാണാനും പറ്റാത്തത് കേട്ടോ. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന്, ഇത്രയധികം എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. ഒരുപാട് നന്ദി നിങ്ങളോട് എല്ലാവരോടും. താങ്ക് യു. നമുക്ക് നോക്കാം എന്താണ് ഈ ഒരു ന്യൂ മൂൺ, അവരുടെ ഇമോഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളെപ്പറ്റി അവരെന്താണ് ചിന്തിക്കുന്നതെന്ന് നോക്കാം. ദ റൂസ്റ്റർ ആൻഡ് സൺഫ്ലവർ ആണ് കമ്മ്യൂണിക്കേഷൻ. ദ വെസൽ ആൻഡ് പൈൻ ആണ് ഇൻട്രോസ്പെക്ഷൻ. The marten and foxglove, mischief. The raccoon and sycamore ആണ് curiosity. The boar and pumpkin, conference. ബോട്ടം വന്നിട്ടുള്ളത് ദ ക്രോ ആൻഡ് ഡോഗ്വുഡ് ആണ് ഇൻ്റലിജൻസ്. അപ്പോൾ അവരുടെ ഇമോഷൻസ് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അവരുടെ ചിന്തകളിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് എന്നാണ് കാണുന്നത്. കമ്മ്യൂണിക്കേഷൻ നിങ്ങളുമായിട്ട് ഈ ഒരു റൂസ്റ്റർ ആൻഡ് സൺഫ്ലവറാണ് ആദ്യം തന്നെ വന്നത്. ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളെക്കുറിച്ച് അറിയാൻ അവർ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇത് നോ കോണ്ടാക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കാണുന്നുണ്ടായിരിക്കില്ല. അതുമാത്രമല്ല, ചിലപ്പോൾ കാണുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങളെ കൂടുതൽ അവർ പഠിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പാസ്റ്റിലുണ്ടായിരുന്ന നിങ്ങളും ഇപ്പോഴത്തെ നിങ്ങളായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അവർ കൂടുതൽ നിങ്ങളെ പഠിക്കുന്നു. അപ്പോൾ നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഈ നോ കോണ്ടാക്റ്റിലുള്ള ആൾക്കാർക്കാണെങ്കിൽ ഉടൻ തന്നെ അവർ നിങ്ങളുമായിട്ടൊരു വിളിയോ മെസ്സേജോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കാനോ മെസ്സേജ് അയക്കാനോ ഒക്കെ അവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. നമുക്കത് ക്ലാരിഫൈ ചെയ്യാം. അവരൊരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റ് അവരൊരുപാട് പ്രതീക്ഷിക്കുന്നു എന്നാണ് കാണുന്നത്. 7 of Wands എനർജിയാണ്. അപ്പോൾ 3 of Wands വന്നിട്ടുണ്ട്. അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്.
നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ആക്ഷൻ എന്താണെന്ന് അറിയാൻ അവർക്ക് വളരെ താല്പര്യമുണ്ട് എന്നുള്ളതാണ്. അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ഫൈറ്റ് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട് കേട്ടോ ഇതിനകത്ത്. അപ്പോൾ മറ്റുള്ള ആൾക്കാരോട് നിങ്ങളെക്കുറിച്ച് പറഞ്ഞ് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാരോട് അവരെ ഫൈറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഈ സമയം അവർ ഒറ്റയ്ക്കാണുള്ളത്. അപ്പോൾ വേറെ ആരുമില്ല എന്ന് കാണുന്നുണ്ട്. കുറേ ഈ ഉടനെ തന്നെ കുറേ അധികം താമസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവർ പെട്ടെന്ന് നിങ്ങളുമായിട്ടൊരു അടുപ്പം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു, ഒന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ രണ്ടാമത് വന്നത് വേസിൽ ആൻഡ് പൈനാണ്, ഇൻട്രോസ്പെക്ഷനാണ്. അപ്പോൾ അവർ സ്വയം ചിന്തിക്കുന്നുണ്ട്. പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ ശരിയായിരുന്നോ, തെറ്റിപ്പോയോ, അവരെടുത്ത ആക്ഷൻ തെറ്റിപ്പോയോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. നോക്കാം, നമുക്ക് ഇത് കൂടുതൽ ക്ലാരിറ്റി എടുക്കാം. എയ്റ്റ് ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. അവർ പാസ്റ്റിൽ നടന്ന കുറേയധികം കാര്യങ്ങൾ അവർ വീണ്ടും വീണ്ടും ആലോചിക്കുന്നുണ്ട്. ഇത് എവിടെയാണ് തെറ്റിപ്പോയത്, അവർ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ചെന്ന് പെട്ടത്, അല്ലെങ്കിൽ നിങ്ങളോടൊരു നോ കോണ്ടാക്റ്റോ നിങ്ങളെ വിട്ടുപോകേണ്ട അവസ്ഥയോ ഒക്കെ വന്നത് എന്തുകൊണ്ടാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഇതിൽ ഒരു എയ്റ്റ് ഓഫ് സോർഡ്സ് ആണ്. അപ്പോൾ കുറേ ഇത് അവരെ ട്രാപ്പിലാക്കിയിരുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ മറ്റുള്ളവർ അവരെ കെട്ടിയിട്ടിരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. നിങ്ങളെ ചിലപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്തിരുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നായിരിക്കാം. നിങ്ങളെക്കുറിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ ഇവരെ ധരിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അതിലുള്ള സാഹചര്യങ്ങൾ മറ്റുള്ളവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇത് ഈ വ്യക്തി വിശ്വസിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതെല്ലാം കുരുക്കുകളെല്ലാം ഇവർ ഇപ്പോൾ അഴിക്കുന്നുണ്ട്. കാരണം അവർ സ്വയം ചിന്തിക്കുന്നുണ്ട്. പാസ്റ്റിൽ നടന്ന ഓരോ മൊമെന്റ്സും ഇവർ ആലോചിക്കുന്നുണ്ട്, അത് കണക്ട് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, ഇതിൽ മറ്റുള്ളവർ ചെയ്തത് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് എന്ന് അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ഇവരുമായിട്ട് പാസ്റ്റിൽ എങ്ങനെ ആയിരുന്നു എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹം എത്രമാത്രം ആത്മാർത്ഥമായിട്ട് ആയിരുന്നു എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ആത്മപരിശോധന, ചിലപ്പോൾ അത് പാസ്റ്റിലൊന്നും അവർ ചെയ്തിട്ടില്ലാത്ത കാര്യമായിരിക്കാം. അവരൊരു ആത്മപരിശോധന നടത്തുന്നു എന്നാണ് കാണുന്നത്. നമുക്ക് ചാരിട്ട് ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായപ്പോൾ അവർക്ക് നിങ്ങളിലേക്ക് എത്താൻ വളരെയധികം ആഗ്രഹമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതും ഒരു കോണ്ടാക്റ്റിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ പാസ്റ്റിലെ പോലെ ഒരു കണക്ഷൻ ഉണ്ടാകാൻ അവർ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അവരുടെ മനസ്സിലിപ്പോൾ കുറേ കുറ്റബോധം ഉണ്ടായിരിക്കാം, ചെയ്തു പോയ കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് കുറ്റബോധം ഉണ്ടായിരിക്കാം. എന്തായാലും നിങ്ങളുടെ ആ ഒരു സത്യം മനസ്സിലാക്കിയിട്ട് നിങ്ങളിലേക്ക് തീർത്ത് നിങ്ങളിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിലൊരു ബാലൻസ് ആണ്. ഈ ഒരു കറുത്ത കുതിരയും ഒരു വെളുത്ത കുതിരയും അതിലൊരു ബാലൻസ് ആണ്. കാരണം സത്യവും മിഥ്യയും മനസ്സിലാക്കാൻ അവർക്കിത് ഇപ്പം കഴിയുന്നുണ്ട്. അവരുടെ മനസ്സിനെ അവർക്ക് തീർച്ചയായിട്ടും ഒരു തിരിച്ചറിവ് വരുന്നുണ്ട് എന്നുള്ളതാണ്. പാസ്റ്റിൽ ആരെങ്കിലും അവരെ ട്രാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് ഒരു തിരിച്ചറിവിൻ്റെ ഒരു സമയമാണ് ഇപ്പോൾ എന്നാണ് കാണുന്നത്. പിന്നെ മാർട്ടിൻ ആൻഡ് ഫോക്സ് ക്ലോവ് ആണ് മിസ്ചീഫ്. അപ്പോൾ അവരിപ്പോൾ നിങ്ങളെ എന്തെങ്കിലും പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരുപാട് കളിയാക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂടെ നിന്ന് അവർ ശരിക്കും തരം താഴ്ത്തി കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്. ചെയ്തതൊക്കെ തെറ്റായി പോയി, നിങ്ങളെ വില കുറച്ച് കണ്ടുപോയി, അല്ലെങ്കിൽ ശരിക്കും തമാശയായിട്ടായാലും ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കാതെ പോയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ചിലപ്പോൾ അവർ പറയുന്ന തമാശകൾ നിങ്ങൾ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. വളരെ ക്രൂരമായി അവർ നിങ്ങളോട് തമാശ രൂപത്തിൽ പലതും പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അതൊക്കെ തിരുത്തണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ക്യൂൻ ഓഫ് കപ്സ് ആണ്. അപ്പം നിങ്ങൾ എത്രമാത്രം സ്നേഹമാണ് അവർക്ക് കൊടുത്തത്, അപ്പോൾ അത് എന്തുകൊണ്ടാണ് അതിൻ്റെ മൂല്യം അവർ മനസ്സിലാക്കാതെ പോയതെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പകരം വെക്കാൻ വേറെ ആർക്കും തന്നെ പറ്റില്ല എന്നവർ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു അമ്മയെപ്പോലുള്ള ഒരു സ്നേഹമാണ്. അത് ഇപ്പോൾ പുരുഷനായാലും സ്ത്രീ ആയാലും നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളെ ഏറ്റവും ചേർത്ത് പിടിക്കുന്നത് അമ്മയാണ്.
അപ്പോൾ ആ ഒരു ഫീലിങ്സ് ഇപ്പം അവർക്ക് വരുന്നുണ്ട്. ഈ ഒരു സ്നേഹം മറ്റാരിൽ നിന്നും അവർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. അതൊക്കെ അവർക്കിപ്പോൾ ഓർമ്മ വരുന്നുണ്ട് എന്നാണ് കാണുന്നത്. ഡെത്താണ്. ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, ഒരു പാസ്റ്റ് ലൈഫ് കർമ്മയാണെന്നൊക്കെ അവർക്ക് മനസ്സിലാക്കുന്നുണ്ട്. പിന്നെ ആവശ്യമില്ലാത്ത കുറേയധികം കാര്യങ്ങൾ എൻ്റെ ആക്കണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. അവർക്കുണ്ടായിരുന്ന കുറേയധികം ചിലപ്പോൾ അവരെ ഒരു ചില തിരിച്ചറിവുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നു വിട്ട കുറേയധികം ബന്ധങ്ങളോ സാഹചര്യങ്ങളോ ഒക്കെ അവർക്ക് ഉണ്ടായിരുന്നിരിക്കാം. അതൊക്കെ എൻ്റെ ആക്കിയിട്ടുണ്ടായിരിക്കാം ഈ സമയത്തിനുള്ളിൽ, അല്ലെങ്കിൽ എൻ്റെ ആക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുമുണ്ട്. പിന്നെ റെക്കൂൺ ആൻഡ് സിംഗമോറാണ് ക്യൂരിയോസിറ്റി. നിങ്ങളെക്കുറിച്ച് അറിയാൻ അവർക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എന്ന് തന്നെ കാണുന്നുണ്ട് കേട്ടോ. ഈ സമയം നിങ്ങൾ എന്താണ് എന്ന് അറിയാൻ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നറിയാൻ, നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണെന്ന് അറിയാൻ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയാൻ. ഇപ്പം ഇവർക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ എന്താണ് അവരെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതൊക്കെ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പോൾ അത് മറ്റു പലരോടും ഇവർ ചോദിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അവർ നോക്കുന്നുണ്ടായിരിക്കാം, നിങ്ങളുടെ സ്റ്റാറ്റസ് നോക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും തിരക്കി നിങ്ങൾ എന്താണെന്ന്, നിങ്ങളുടെ അവസ്ഥ ഇപ്പം എന്താണെന്ന് അവർ ചോദിക്കുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ അറിയണമെന്നവർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്, ക്യൂരിയോസിറ്റിയാണ്. നിങ്ങൾ എന്താണ് ഇപ്പോൾ ഇവരിലുണ്ടായിരുന്ന ആ മിസ്റ്റേക്ക് നിങ്ങൾ മറന്നുപോയോ, അല്ലെങ്കിൽ നിങ്ങൾ ക്ഷമിച്ചോ? ഈ ഒരു ക്യൂൻ ഓഫ് കപ്സ് വരുമ്പോൾ നിങ്ങൾ ക്ഷമിക്കുന്ന ആൾക്കാരാണെന്ന് അവർക്കറിയാം. മറ്റാരെക്കാളും ഇവരുടെ ജീവിതത്തിൽ ഇവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ക്ഷമിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്നൊരു ബോധം അവർക്കുണ്ട്. ക്യൂൻ ഓഫ് കപ്സ് അതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്നും പാസ്റ്റിലെ ഓർമ്മകളൊക്കെ മാഞ്ഞു പോയോ, പൂർണ്ണമായും നിങ്ങൾ അവർക്ക് ഫോർഗിവ്നെസ് കൊടുത്തോ എന്നൊക്കെ അവർക്ക് അറിയാൻ ആഗ്രഹമുണ്ട് എന്നാണ് കാണുന്നത്. ത്രീ ഓഫ് സോഴ്സിന്റെ എനർജിയാണ്. നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചെന്ന് അവർക്കറിയാം. ഒരിക്കലും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റുകൾ നിങ്ങളോട് ചെയ്തു എന്ന് അവർക്കറിയാം. നിങ്ങളെ ചിലപ്പോൾ ഇതിലൊരു ഡെത്ത് വന്നിട്ടുണ്ട്, ഒരു കൊല്ലാകൊല ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ എങ്ങനെ പറഞ്ഞിട്ടും അവർ വിശ്വസിക്കാതെ നിങ്ങളോട് ഒരുപാട് ദ്രോഹം അവർ ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതിപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. വേണ്ടിയില്ലാത്ത കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ചെയ്യേണ്ടാത്ത കുറേ കാര്യങ്ങളാണ് അവർ ചെയ്തതെന്ന് അവർക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. അതിലൊരുപാട് അവരും ആ ഒരു വിഷമം ഇപ്പം അനുഭവിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആണ്. ശരിക്കും നിങ്ങളിലേക്ക് വളരെ നിങ്ങൾ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന അതേ ഒരു പ്രണയത്തോടു കൂടി, അതേ ഒരു ആവേശത്തോടു കൂടി നിങ്ങളിലേക്ക് വരണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെപ്പറ്റി അവർ ഒരുപാട് ചിന്തിക്കുന്നുണ്ട്, വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട് എന്നാണ് കാണുന്നത്. പിന്നെ ബോർ ആൻഡ് പംകിനാണ് കോൺഫിഡൻസ്. പക്ഷേ അവർക്ക് എന്തൊക്കെ തന്നെ ആയാലും, എത്ര നെഗറ്റീവ് സാഹചര്യങ്ങളിലാണ് നിങ്ങൾ കടന്നു പോയതെങ്കിലും നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് കോൺഫിഡൻസ് ഉണ്ട്. കാരണം നിങ്ങൾക്കൊരിക്കലും അവരെ ഉപേക്ഷിക്കാൻ പറ്റില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്കുണ്ട്. അല്ലെങ്കിൽ മറ്റുള്ള ബന്ധങ്ങൾ പോലെ അല്ല ഇതെന്ന് അവർക്കറിയാം. നോക്കട്ടെ, അത് കൂടുതൽ നമുക്ക് ക്ലാരിറ്റി എടുക്കാം. 9 ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്ക് പരസ്പരം ഒരുപാട് സ്നേഹമുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ പിരിഞ്ഞിരിക്കുന്നവരായാൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്നേഹമുണ്ട്. അതല്ല, ഇപ്പോൾ കുറച്ച് വൈരാഗ്യ ബുദ്ധിയോടെയാണ് അവർ പെരുമാറുന്നത്, അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ പോലും ഈ നിയർ ഫ്യൂച്ചറിൽ ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് മാറുമെന്ന് തന്നെയാണ് കാണുന്നത്. കാരണം നിങ്ങൾ ശരിക്കും ജെനുവിനായിട്ടുള്ളൊരു സ്നേഹവും സപ്പോർട്ടും അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കത് കാണാതിരിക്കാനേ പറ്റൂല. അവരെ ദ്രോഹിച്ചിട്ടില്ലാത്തടത്തോളം കാലം നിങ്ങളുടെ കർമ്മഫലം തിരിച്ച് അവരെന്തായാലും നിങ്ങളെ സ്നേഹിക്കും. അതിൽ സംശയമൊന്നുമില്ല. കാരണം അവർക്ക് ആ കോൺഫിഡൻസ് ഉണ്ട്. എവിടെ പോയാലും നിങ്ങൾ അവരുടെ അടുത്തേക്ക് ചെല്ലും, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റും എന്നൊരു കോൺഫിഡൻസ് അവർക്കുണ്ട്. ഹൈ പ്രീസ്റ്റസ് ആണ്. ശരിക്കും ഒരു ജസ്റ്റിസും വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ഒരു നീതിയുണ്ട്. അപ്പോൾ സത്യം എന്ന് പറയുന്നത് മാറ്റാനും മറിക്കാനും ഒന്നും പറ്റില്ല. നമുക്ക് ശരിയും തെറ്റുമൊക്കെ ആപേക്ഷികമാണ്. അവരത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അന്ന് അവർ ശരിയെന്ന് തോന്നി ചെയ്ത ഒരുപാട് കാര്യങ്ങൾ തെറ്റായിപ്പോയി എന്നിപ്പോൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അന്ന് അവരുടെ ശരികളായിരുന്നു നിങ്ങളെ വേദനിപ്പിച്ചത്. പക്ഷേ അത് ആപേക്ഷികമായിരുന്നു എന്നും സത്യം എന്ന് പറയുന്നത് ഒരിക്കലും മൂടി വയ്ക്കാൻ പറ്റാത്തൊരു കാര്യമാണെന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. ജസ്റ്റിസ്, നീതി നിങ്ങളുടെ ഭാഗത്താണ്. അതുകൊണ്ട് ഇപ്പോൾ ഇത് ഒരു ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുമ്പം നിങ്ങളുടെ എനർജി വളരെ ഒരു ഹൈ വൈബ്രേഷണൽ എനർജിയാണ്.
അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മ തിരിച്ച് കിട്ടിയേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കർമ്മ തിരിച്ച് കിട്ടണമെങ്കിൽ നിങ്ങൾക്കത് ജസ്റ്റിസ് ആയിട്ട് തന്നെ കിട്ടണം. അപ്പോൾ അതവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾക്ക് നീതി കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നീതി കിട്ടിയിരിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കുന്നുണ്ട്. കാരണം അവരുടെ ഈ ചിന്തകൾ മാറുമ്പോൾ തന്നെ നിങ്ങൾക്ക് നീതി ആയി, നിങ്ങളെപ്പറ്റി അവർ അത്രയും നന്നായിട്ട് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. 2 of Wands-ന്റെ എനർജിയാണ്. പക്ഷെ ഒരു കൺഫ്യൂഷനുണ്ട്, എങ്ങനെയാണിത് റീകണക്ട് ചെയ്യുക, നിങ്ങളെ റീകണക്ട് ചെയ്യാനുള്ള വഴികൾ എന്താണ് എന്നവർ ശരിക്കും ആലോചിക്കുന്നുണ്ട്. എംപററാണ്. തീർച്ചയായിട്ടും ഒരു ഈഗോ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വയ്ക്കാൻ ഇപ്പോൾ അവർ തയ്യാറാണ് എന്നുള്ളതാണ് കാണുന്നത്. അവർ ആൾറെഡി കുറച്ച് ഈഗോ ഉള്ള ആൾക്കാരാണ്. അവരുടെ ആ ഒരു പൊസിഷനിൽ നിന്ന് താഴോട്ട് ഇറങ്ങാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും ഇപ്പോൾ ഒരു 2 മനസ്സ് വന്നിട്ടുണ്ട്. ഈഗോ കൊണ്ടുകിടന്നാൽ ഇനി മുന്നോട്ടേക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റൂല എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ട്. പിന്നെ നിങ്ങളുടെ ഭാഗത്ത് നീതി ഉള്ളത് കൊണ്ട് അവരത് മാറ്റി ചിന്തിക്കുന്നു എന്ന് തന്നെ കാണുന്നുണ്ട്. 1 2 3 ഏഞ്ചൽ നമ്പറാണ്. ഇതിൽ പേ അറ്റൻഷൻ ടു ദ സിങ്ക്രണൈസേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ചിലപ്പോൾ ഈ ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടായിരിക്കാം. ഇത് ഈ സമയം അവരും അത് ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അവർക്കത് മനസ്സിലാകുന്നുണ്ട്, നിങ്ങളും അവരും തമ്മിൽ എന്തോ ഒരു സ്പെഷ്യൽ കണക്ഷനാണ് എന്നവർക്ക് മനസ്സിലാകുന്നുണ്ട്. ഇവരും ഒരു എവേക്കണിങ്ങിലേക്ക് പോകുന്നു. കാരണം അവർ കുറേയധികം സഫറിങ്ങും കുറേ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം മാത്രമേ അവർക്കൊന്ന് നോർമലാകാനും അവരുടെ കർമ്മ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഈ ഒരു കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് അവർക്ക് ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നാണ് കാണുന്നത്. അവരത് ചിന്തിക്കുന്നുണ്ട്, അവരത് മനസ്സിലാക്കുന്നുമുണ്ട്. ടെലിപ്പതിക് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് സാധ്യമാകുന്നുണ്ട് എന്നുള്ള ആണ് കാണുന്നത് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ അത് അവരിലേക്ക് എത്തുമെന്നുള്ളതാണ്, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നത് നിങ്ങളിലേക്കും എത്തും. അപ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് ചിലപ്പോൾ നിങ്ങൾ ശരിക്കും അവരോട് ദേഷ്യം ഉണ്ടാകുന്ന ഒരു സമയത്ത് അവർക്ക് അതും ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അവരോട് ഒരുപാട് അറ്റാച്ച്മെൻറ്റും സ്നേഹവും ഒക്കെ തോന്നുന്ന സമയത്ത് അവർക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ടെലിപ്പതിക് കമ്മ്യൂണിക്കേഷൻ പറ്റും എന്നാണ് കാണുന്നത്. അത് അവർ മനസ്സിലാക്കുന്നുണ്ട്. മാനിഫെസ്റ്റേഷനാണ്. അപ്പോൾ ശരിക്കും അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പാസ്റ്റിലെ പോലെ ജീവിക്കാൻ, അത്രയും സ്നേഹിക്കാൻ, അതൊക്കെ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. വീണ്ടും അതുപോലൊരു സാഹചര്യം ഉണ്ടാകണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. സെൽഫ് ലവ് ആണ്. അപ്പം നിങ്ങൾ ശരിക്കും സെൽഫ് ലവ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ കാര്യത്തിലേക്ക് പൂർണ്ണമായും തിരിഞ്ഞിട്ടുണ്ട് എന്നാണ് അവർക്ക് മനസ്സിലാകുന്നത്. ഇനി പഴയ പോലെ നിങ്ങൾ അവരിലേക്ക് ശരിക്കും ഒരു അഡിക്ഷൻ പോലെ ചെല്ലില്ല എന്ന് അവർക്ക് പൂർണ്ണമായും മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ ഒരുപാട് മാറിപ്പോയി, അതവർക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും ഒക്കെ മാറിപ്പോയിട്ടുണ്ടായിരിക്കാം. പാസ്റ്റിൽ എപ്പോഴും നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരോട് എല്ലാ കാര്യങ്ങളും ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളുടെ ഫോക്കസ് നിങ്ങളിലേക്ക് മാറ്റി എന്നുള്ളതാണ്. അപ്പോൾ അതവർ മനസ്സിലാകുന്നത് നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്തത് കൊണ്ടാണ്, നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തത് കൊണ്ടാണ് അവരിലേക്കുള്ള ഫോക്കസ് കുറഞ്ഞത്. നിങ്ങൾ അവരിലേക്ക് എനർജി കൊടുക്കുന്നത് നിർത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇവർക്കൊരു വെപ്രാളം വരും. നിങ്ങൾ കാര്യങ്ങൾ അറിയാൻ പറ്റാതെ ചില സമയങ്ങൾ അവർ ഒരു ബുദ്ധിമുട്ടുന്നുണ്ടായിരിക്കാം. മാസ്ക്ഡ് ആണ്. ശരിക്കും അവരെത്ര സന്തോഷത്തിലിരുന്നാലും അവരുടെ ഉള്ളിലൊരു ദുഃഖമുണ്ട് എന്നുള്ളതാണ്. അവർ മാസ്ക് വെച്ചാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത്. അവർ ശരിക്കും നിങ്ങളില്ലാതെ അവർ ഫുള്ള് ഹാപ്പിയേ അല്ല. മറ്റുള്ളവരോട് പക്ഷേ വളരെ സന്തോഷത്തിലും ഒക്കെ അവർ പെരുമാറുന്നുണ്ടായിരിക്കാം. അത് നിങ്ങളറിയാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ സ്വയം ഒരു ആത്മവഞ്ചന നടത്തുന്ന പോലെയാണ്. നിങ്ങളില്ലെങ്കിൽ അവർ ഓക്കെ ആണ് എന്ന് അതവർക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. നിങ്ങളില്ലെങ്കിൽ അവർ ഓക്കെ അല്ല എന്ന് അവരിപ്പം റിയലൈസ് ചെയ്യുന്നുണ്ട്. വിക്ടിമൈസ്ഡ് ആണ്. അപ്പോൾ ശരിക്കും ഇപ്പം ഒരു വിക്ടിമൈസ്ഡ് മെൻറ്റാലിറ്റി ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. സ്വയം ഓരോ കുറ്റപ്പെടുത്തുന്നുണ്ട്, എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയത്, നമുക്ക് മറ്റുള്ളവർ പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം വന്നത് കൊണ്ടോ എന്തിനാണ് ഇങ്ങനെ സ്വയം ഇറങ്ങി തിരിച്ചത്, അല്ലെങ്കിൽ അവർ തന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഈ ഒരു സിറ്റുവേഷനിലേക്ക് പോകാനുള്ള ഏറ്റവും വലിയ കാരണം അവർ തന്നെയാണ്. അപ്പോൾ അവർ സ്വയം ഒരു കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. പലപ്പോഴും
അങ്ങനെ അത് അവരുടെ തെറ്റുകൾ മനസ്സിലാക്കിയപ്പോൾ അവർ സ്വയം കുറ്റപ്പെടുത്തുന്നു എന്നാണ് കാണുന്നത്. ഒരു കാർഡ് കൂടി എടുക്കാം. ഡിവൈൻ ടൈമിംഗ് ആണ്. അപ്പോൾ അവർ വിചാരിക്കുന്നുണ്ട് സറണ്ടർ ചെയ്യാം. ഇനി അവർ പെട്ടെന്നത് ഒരു നിങ്ങളിലേക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ അത് സറണ്ടർ ചെയ്യാം. അവരുടെ ആഗ്രഹം നിങ്ങളുമായിട്ടൊരു യൂണിയനാണ്, ഒരു സ്നേഹമാണ്. അപ്പോൾ അത് സറണ്ടർ ചെയ്ത് കൊടുക്കാം. സറണ്ടർ ചെയ്ത് കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ഒരു സമയം, ഡിവൈൻ ടൈമിങ്ങിൽ അത് നിങ്ങളെ അവരിലേക്ക് എത്തിക്കും എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ അവർ പശ്ചാത്താപിക്കുന്നുണ്ട്, ഒരുപാട് വേദനിക്കുന്നുണ്ട്, ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം അവർ മാപ്പ് പറയുന്നുണ്ടായിരിക്കാം. അവർ നിങ്ങളെ റിയലായിട്ട് നിങ്ങളെ വേണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ സറണ്ടർ ചെയ്തിട്ടുണ്ട് ദൈവത്തോട്. ചിലപ്പോൾ ചെയ്തു പോയ തെറ്റുകൾക്കെല്ലാം അവർ പിഴ മൂളിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഡിവൈൻ ടൈമിങ്ങിൽ നിങ്ങളെ അവരുടെ മുന്നിൽ എത്തിക്കും, അല്ലെങ്കിൽ ഒരു യൂണിയൻ ഉണ്ടാകും എന്ന് ആണ് ഇതിനകത്ത് പറയുന്നത്. ഇതൊരു ടിൻ ഫ്ലെയിം ഓറക്കിൾ കാർഡാണ്. പിന്നെ ടിൻ ഫ്ലെയിംസിനെ കുറിച്ച് പറയാനുള്ളത്, ഒരുപാട് ആൾക്കാർ റിലേഷൻഷിപ്പിലുള്ള എല്ലാ ആൾക്കാരും ടിൻ ഫ്ലെയിം ആണ് എന്ന് പറയുന്നുണ്ട്. നിങ്ങളത് ദയവായി അത് വിശ്വസിക്കാതിരിക്കുക. ടിൻ ഫ്ലെയിം എന്ന് പറയുമ്പം അത് നമുക്ക് പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി പോലും തരാൻ പറ്റാത്ത അത്രയും വണ്ണം അങ്ങനത്തെ ഒരു കാര്യമാണ് ടിൻ ഫ്ലെയിം. അത്രയും ഹയർ ലെവൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സോള് രണ്ടായിട്ട് പിരിഞ്ഞ് ഭൂമിയിലേക്ക് നമ്മൾ ഇത് വരുന്നതാണ്, നമ്മൾ ജനിക്കുന്നതാണ് ടിൻ ഫ്ലെയിം. അത് നമ്മളുടെ ഒരു ലൈഫ് പർപ്പസ് കണ്ടെത്താനും അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിന് വേണ്ടി കുറേയധികം കാര്യങ്ങൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഒരു യൂണിയൻ, ടിൻ ഫ്ലെയിം യൂണിയൻ എന്ന് പറയുന്നത് ഉണ്ടാകുന്നത്. അത് ടിൻ ഫ്ലെയിം യൂണിയൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ജന്മം ഉണ്ടാകാൻ സാധ്യതയില്ല. നമ്മൾ പ്രണയിക്കുന്ന അല്ലെങ്കിൽ നമുക്കൊരു അറ്റാച്ച്മെൻ്റ് ഉള്ള എല്ലാവരും തന്നെ ടിൻ ഫ്ലെയിം അല്ല. നമ്മളുടെ കാർമിക് ആയിട്ടുള്ള പാർട്ട്നേഴ്സ്, ഒരുപാട് ജന്മങ്ങളിലുള്ള ആൾക്കാർ എല്ലാ ആ ഒരു കാർമിക് പ്രശ്നങ്ങളും ഹീൽ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഒരു ടിൻ ഫ്ലെയിം യൂണിയൻ നടക്കുന്നത്. അത് വളരെ അപൂർവങ്ങളിൽ അപൂർവം മാത്രമാണ് ടിൻ ഫ്ലെയിം എന്ന് പറയുന്നൊരു കാര്യമുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ കാർഡ് വാങ്ങി അതിലെ മെസ്സേജസ് നല്ലതാണ്, അല്ലാതെ ഇതൊരു ടിൻ ഫ്ലെയിം അങ്ങനത്തെ ഒരു റീഡിങ് അല്ല ചെയ്യുന്നത്. അത് താല്പര്യമില്ല. കാരണം കുറേയധികം ആൾക്കാർ ടിൻ ഫ്ലെയിം ആണെന്ന് തെറ്റിദ്ധരിച്ച് കാർമികമായിട്ടുള്ള ആൾക്കാരെ എന്തും ക്ഷമിക്കുന്ന ഒരു ടെൻഡൻസി കാണുന്നുണ്ട്. അപ്പോൾ കാർമിക് റിലേഷൻഷിപ്പ് ഹീൽ ചെയ്യുക, ഫോർഗീവ് ചെയ്ത് കൊടുക്കുക, അവരവരുടെ സന്തോഷത്തിന് ജീവിതം തീർക്കട്ടെ എന്ന് ചിന്തിക്കുക. അപ്പോൾ അത് മനസ്സിലാക്കുക. ടിൻ ഫ്ലെയിം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും എല്ലായ്പ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്കല്ല. എല്ലാവരും ടിൻ ഫ്ലെയിം ജേണിയിലും അല്ല. അപ്പോൾ അത് മനസ്സിലാക്കുക. അതെനിക്ക് ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി. താങ്ക് യു. ഇതാണ് ഇന്ന് അവർ ഇപ്പോൾ ചിന്തിക്കുന്നത്, നിങ്ങളെക്കുറിച്ച് ഉള്ള അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറട്ടെ. ജീവിതത്തിലുള്ള പ്രതിസന്ധികളൊക്കെ മാറ്റാൻ ദൈവം അനുഗ്രഹം ഉണ്ടാകട്ടെ. എപ്പോഴും പ്രാർത്ഥിക്കുന്നു. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.